എറണാകുളം ആലുവയിൽ 4 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയ്ക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് പോലീസ്. ഇവരുടെ മാനസിക നിലയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രചരിച്ച വാർത്തകളൊക്കെ പോലീസ് തള്ളി. എന്നാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ ഒറ്റപ്പെടുത്തിയതിൻ്റെ വിഷമം ഇവർക്കുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മകൾ ഭർത്താവിൻ്റെ ഇളയ സഹോദരനാൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്തയറിഞ്ഞ യുവതി മാനസികമായി തകർന്നുപോയ നിലയിലായി. കേസിൽ യുവതിയെ ഇന്ന് സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ശ്യാംകുമാറും തത്സമയം ചേരുന്നു. വിഷ്ണു, കൂടുതൽ വിവരങ്ങൾ. ഇന്നലെയാണ് ഈ അമ്മയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്, വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിലാണ് ഇവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് കണ്ടെത്തിയത്. പക്ഷേ ഈ ഭർത്തൃ വീട്ടുകാർ ഇവരെ ഒറ്റപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രശ്നം ഇവർക്കുണ്ടായിരുന്നു. മകളോട് അമിത സ്നേഹം അവർ പുലർത്തിയിരുന്നു. മകളെ തനിക്ക് നഷ്ടമാകുമെന്നൊരു ആശങ്ക ഈ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. ഇവർക്ക് ആത്മവിശ്വാസക്കുറവുണ്ടായിരുന്നു. മക്കളുടെ കാര്യം പോലും സ്വന്തമായി നോക്കാൻ പറ്റാത്ത ഒരമ്മയാണിവർ എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. ഇതെല്ലാമാണ് ഈ ഭർത്തൃ വീട്ടുകാരോടൊരു വൈരാഗ്യത്തെ ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം. ആ വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തി അത് അവർക്കൊരു സങ്കടമാക്കി മാറ്റാം എന്നൊരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഈ കൊലപാതകം നടത്തി എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. ഈ 5 ദിവസം കസ്റ്റഡി ഉണ്ട്, വിശദമായി ചോദ്യം ചെയ്യും. ഇതിലേതെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ കരുതുന്നത് ഈ വൈരാഗ്യം അത് കൊലപാതകത്തിലേക്ക് നയിച്ചു എന്നാണ്. പ്രതിയെ ഇന്ന് 11 മണിയോടുകൂടി മൂഴിക്കുളത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. മൂഴിക്കുളം പാലത്തിൻ്റെ മുകളിൽ നിന്നാണ് ചാലക്കുടി പുഴയിലേക്ക് കുഞ്ഞിനെ എറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അതിനുശേഷം അവർ അവിടെ നിന്നൊരു ബസ്സിൽ കയറി പോകുന്ന CCTV അടക്കം വന്നിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്തായിരിക്കും ഇന്ന് തെളിവെടുപ്പ് നടത്തുക. അംഗനവാടി അടക്കമുള്ള പ്രദേശത്തേക്ക് അടുത്ത ദിവസം അവിടെ എത്തി തെളിവെടുപ്പ് നടത്താമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പീഡന വിവരം ഇവരോട് പോലീസ് പറഞ്ഞിരുന്നു. ഇന്നലെയാണ് പറഞ്ഞത്. അവർക്ക് നിസ്സംഗഭാവമായിരുന്നു, അതായത് വളരെ ഞെട്ടലോ അല്ലെങ്കിൽ മറ്റ് അതിശയോക്തി ഒന്നുമില്ലായിരുന്നു. അവർ വളരെ നിസ്സംഗഭാവത്തിലായിരുന്നു. അത് അവരുടെ ഒരു പൊതുസ്ഥായി ഭാവമാണെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഇവർ ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പ്രതികരണം കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന്, ഈ ഭർത്തൃ വീട്ടുകാരുടെ ഭാഗത്ത് വന്നിരുന്നു. പക്ഷേ പോലീസ് ആ മൊഴി ഇതുവരെ പരിഗണിച്ചിട്ടില്ല. കാരണം അത് സാധൂകരിക്കാനുള്ള ഒരു തെളിവും പോലീസിന്റെ പക്കൽ ലഭിച്ചിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ആ മൊഴി തള്ളാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇവർക്ക് മാനസിക പ്രശ്നങ്ങളില്ല എന്ന പോലീസ് ഈ ഘട്ടത്തിൽ സ്ഥിരീകരിക്കുന്നു. കുടുംബം ഒറ്റപ്പെടുത്തിയതിൻ്റെ, ഭർത്തൃ വീട്ടുകാർ ഒറ്റപ്പെടുത്തിയതിൻ്റെ, ഒഴിവാക്കാൻ ശ്രമിച്ചതിൻ്റെയൊക്കെ ഒരു വൈരാഗ്യമാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്താനിലേക്ക് ഇവരെ നയിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴുള്ള നിഗമനം. ഓക്കെ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.